നവാഗതനായ ഷാനവാസ് കെ ബാവൂട്ടി സംവിധാനം ചെയ്യുന്ന കിസ്മത്ത് എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ മൂവി ബൈറ്റിൽ. കാലങ്ങളായി പ്രണയത്തിന് എതിര് നിൽക്കുന്ന വർഗീയത തന്നെയാണ് കിസ്മത്തിന്റെയും ആശയം. 2011 ഒരു സംഭവ കഥയാണ് ചിത്രം പറയുന്നത്. 28 വയസ്സുള്ള അനിത എന്ന പെൺകുട്ടിയുടെയും 23-കാരനായ കാമുകൻ ഇർഫാന്റെയും കഥയാണ് കിസ്മത്ത്. ബിടെക് വിദ്യാർത്ഥിയായ ഇർഫാൻ കാരണം അനിത എന്ന ചരിത്ര ഗവേഷകയുടെ പ്രോജക്റ്റ് മുടങ്ങുകയും അത് തീർത്തു കൊടുക്കുവാൻ അവൻ സഹായിക്കുകയും ചെയ്യുന്നിടത്ത് നിന്ന് തുടങ്ങുന്നു പ്രശ്നങ്ങൾ. ഇർഫോ, ഈ കലീല് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടാ? ഒന്നുമില്ല അമ്മ, ഞാൻ കാരണം അവളുടെ ഒരു പ്രോജക്റ്റ് മുടങ്ങിപ്പോയി. അത് തീർത്തു കൊടുക്കാൻ വേണ്ടി അവളുടെ കൂടെ ഒന്ന് പോയി സഹായിച്ചു കൊടുത്ത്. ഈ വലിയ പരസായ അല്ലടാ. മുസ്ലിം യുവാവും SC വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയും തമ്മിലുള്ള ഈ അടുപ്പം അത് പിന്നീട് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഇടപെടൽ കാരണം അവരെ പ്രണയത്തിൽ കൊണ്ടെത്തിക്കുന്നു. സിനിമയ്ക്ക് ആധാരമായ ഈ കഥ നടന്നത് പൊന്നാനിയിലാണ്. എൻ്റെ ഗുണമാണ്. കല്യാണം കഴിക്കുമ്പോൾ 15 വയസ്സിന് ഒപ്പുണ്ട്. മറക്കാൻ പറ്റില്ല. നടൻ അബിയുടെ മകൻ ഷെയ്ൻ നിഗമാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. സീരിയലിലൂടെയും മറ്റും അഭിനയ ലോകത്തേക്ക് എത്തിയ ഷെയ്ൻ അന്നയും റസൂലും കമ്മട്ടിപ്പാടം എന്നീ സിനിമകളിലും ശ്രദ്ധേയ വേഷങ്ങൾ അഭിനയിച്ചിരുന്നു. ശ്രുതി മേനോനാണ് നായികയായി എത്തുന്നത്. പി ബാലചന്ദ്രൻ, സുനിൽ സുഖത, അലൻസിയർ, സുരഭി, സജിത മഠത്തിൽ തുടങ്ങിയവരാണ് മറ്റു പ്രധാന താരങ്ങൾ. ഞാൻ സ്റ്റീവ് ലോപ്പസ്, ID എന്നീ സിനിമകൾക്ക് ശേഷം രാജീവ് രവിയുടെ പങ്കാളിത്തത്തിലുള്ള കളക്റ്റീവ് ഫേസ് 1 നിർമ്മിക്കുന്ന ചിത്രമാണിത്. സുമേഷ് രാജാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. മൊയിൻകുട്ടി വൈദ്യർ, അൻവർ അലി, റഫീഖ് അഹമ്മദ് എന്നിവരുടെ വരികൾക്ക് സുമേഷ് പരമേശ്വരനും ഷമേജ് ശ്രീധറും ചേർന്ന് സംഗീതമൊരുക്കുന്നു. ലാൽ ജോസ് ആണ് LJ ഫിലിംസിന്റെ ബാനറിലൂടെ സിനിമ വിതരണത്തിനെത്തിക്കുന്നത്. കഥയും കഥാഗതിയും ഒക്കെ 3 മിനിറ്റ് 20 സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ട്. കഥയുടെ ഒടുക്കം എന്ത് സംഭവിക്കും എന്ന ചോദ്യമാണ് ട്രെയിലർ കണ്ടു കഴിയുമ്പോൾ ഓരോ പ്രേക്ഷകന്റെയും ഉള്ളിൽ. ഉത്തരത്തിന് ജൂലൈ 29 വരെ നമുക്ക് കാത്തിരിക്കാം. ഒരു കാര്യം കേട്ടോളി, എനിക്കോളെ ഇഷ്ടമാണ്. ഞാൻ ഓളെ തന്നെ ഇനി നിങ്ങൾക്കും സിനിമ റിവ്യൂ ചെയ്യാം. ഒപ്പം സുഹൃത്തുക്കളുമായി റിവ്യൂസ് ഷെയർ ചെയ്യാം. അതിനായി ഒരു മൊബൈൽ ആപ്പ് സിനിബി. മൂവി ബൈറ്റ് സിനിബിയിലൂടെയും നിങ്ങൾക്ക് കാണാം. സിനിബിയുടെ ആൻഡ്രോയിഡ്, ഐഫോൺ വെർഷനുകളുടെ ലിങ്ക് വീഡിയോയുടെ വിവരണത്തിൽ നൽകിയിരിക്കുന്നു. പുതിയ സിനിമാ വിശേഷങ്ങളുമായി മൂവി ബൈറ്റ് വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. കൂടുതൽ വീഡിയോസിനായി മൺസൂൺ മീഡിയയുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.